ജീവിതത്തിൽ തിരിച്ചടികൾ നേരിട്ടപ്പോൾ തോൽക്കാൻ മനസ്സില്ല എന്ന് കാട്ടി പഞ്ചായത്ത് അനുമതി നിഷേധിച്ച അതേ സംരംഭം അടിമുടി മാറ്റി എനിക്ക് പിന്നിലെ കാണുന്ന സ്കൂൾ ഓഫ് പയ്യായി വളർത്തിയെടുത്ത ഒരു ചെറുപ്പക്കാരന്റെ കഥ. അനീതിക്കെതിരെ പോരാടാൻ യൂട്യൂബറായ അതേ ചെറുപ്പക്കാരൻ തൃശൂർ മറ്റത്തൂർ സ്വദേശി അതുൽ കൃഷ്ണ ഇന്ന് നാട്ടുകാരുടെ സ്റ്റാറാണ്. ഞാൻ 24-ാമത്തെ വയസ്സിലാണ് ഒരു സംരംഭകനാകുന്നത്. ഞാനൊരു സിവിൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. പഠിച്ചുകൊണ്ടിരിക്കണല്ല എനിക്കൊരു കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങണമെന്ന് ആഗ്രഹം. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഞാൻ ഒരു 20 സെൻറ്റ് സ്ഥലം വാങ്ങിയിട്ടുണ്ടായിരുന്നു. സോളിഡ് ബ്ലോക്കിൻ്റെ പ്രൊഡക്ഷൻ തുടങ്ങിയത്. അങ്ങനെ തുടങ്ങി ഒരു 12-ാമത്തെ ദിവസമായിപ്പോൾ മറ്റത്തൂർക്ക് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് അറിയിപ്പ് വന്നു, സ്റ്റോപ്പ് മമ്മയാണ്, ഇനി തുടങ്ങരുത്, ഇപ്പം എന്നെ നിർത്തണം എന്ന് പറഞ്ഞു. നമ്മളപ്പോൾ തന്നെ നിർത്തി. കാരണം എന്താ അവർ പറഞ്ഞു? കാരണം പൊല്യൂഷൻ പ്രശ്നം ഉണ്ടെന്നാണ് പറയുന്നത്. ഭയങ്കര കൺഫ്യൂഷനായി. അങ്ങനെ ഞാൻ ഇതിനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാക്കി മാറ്റാമെന്ന് വിചാരിച്ചു. കാരണം സിവിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് പ്രാക്ടിക്കൽ നോളജ് 0 ആണ്. ഇന്ന് 178 കുട്ടികൾ പഠിക്കുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ആരും ഇതൊരു കട്ട കമ്പനിയാണെന്ന് പറയരുത്. ആ രീതിയിൽ അടിമുടി മാറ്റി. പിന്നെ എനിക്കൊരു വാശിയായി, ഇവരെല്ലാ കാര്യം പെർഫെക്റ്റ് ആയിട്ട് നോക്കണവരാണ്. അപ്പോൾ ഇവരുടെ കാര്യങ്ങൾ ഇവർ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. ഒരു 3 ആഴ്ച മുന്നാണ് സംഭവം. അവിടെ പോയിപ്പോൾ ഒരു നട വേസ്റ്റ് കൊണ്ടിട്ടേക്കാണ്. നമ്മുടെ വീട്ടിൽ ഇവരൊക്കെ വന്നിട്ടേ മുട്ടേരെ തൊണ്ട് പൊടിച്ച് കളയണമെന്ന് അവർ പറയുക. കാരണം അതിൽ വെള്ളം കെട്ടി കൊതുക് വരും. ഇവർ ടൺ കണക്കിന് പ്ലാസ്റ്റിക് വേസ്റ്റാണ് അവിടെ കൂട്ടിയിട്ടേക്കണത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതൊരു വീഡിയോ ആക്കി ഇടാം. അന്ന് തന്നെ ആ വീഡിയോ ആക്കി ഇട്ടു. 1,00,000 പേര് അത് കണ്ടു. പിന്നെ ഇവിടെ പഞ്ചായത്ത് ഗ്രൗണ്ടിൻ്റെ പ്രശ്നം, പിള്ളേർക്കൊന്നും ട്രോഫി ഒന്നും കിട്ടിയില്ല. പിള്ളേർ വന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു സാധനം ചെയ്യാട്ടാന്ന് പറഞ്ഞു. ആ വീഡിയോ ചെയ്തു. ഹരിതകർമ്മസേനയുടെ കുറച്ച് വണ്ടികൾ ഇവർ വാങ്ങിച്ചു. 15 ലക്ഷം രൂപയ്ക്ക് 3 വണ്ടി ഒരുമിച്ച് വാങ്ങിച്ചു. ഒരു വണ്ടി എനിക്കൊരു കാട്ടിൽ നിന്ന് കിട്ടി. ഒരു മെഗാ സീരിയൽ നടക്കാനുള്ള കണ്ടന്റ് ഉണ്ട്. ഇതാണ് ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞത്. പഞ്ചായത്തിന്റെ ആ നോട്ടീസ് ഫ്രെയിം ചെയ്ത് ചില്ലിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ ഇൻസ്പിറേഷൻ ആണ്. 90% മലയാളികൾക്കും ഇങ്ങനെ ഒരു നോട്ടീസ് വന്നാൽ മാനസികമായിട്ട് തകരും. ഞാനിത് ഫ്രെയിം ചെയ്ത് വെച്ചേക്കണം എൻ്റെ ഓഫീസിൽ. കാരണം എന്താ വെച്ചാൽ ഇത് കാണുമ്പോൾ നമുക്കൊരു വാശി വേണം. ഇത് ഓരോ സമയത്തും എൻ്റെ കൂടെ ഉണ്ടാവും. എൻ്റെ സ്ഥാപനം ഉള്ളിടത്തോളം കാലം ഞാനിത് സൂക്ഷിച്ചു വെക്കും. തൃശൂർ മറ്റത്തൂരിൽ നിന്നും മുബഷീറിനൊപ്പം അഫ്സാന ഫസൽ, ഏഷ്യാനെറ്റ് ന്യൂസ്.